ശബരിമല മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് അല്പസമയത്തിനകം നടക്കും. രാവിലെ സന്നിധാനത്ത് നറുക്കെടുപ്പ് നടക്കാൻ പോവുകയാണ്. പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കശ്യപ് വർമ്മ ശബരിമല മേൽശാന്തിയെയും മൈഥിലി കെ വർമ്മ മാളികപ്പുറം മേൽശാന്തിയെയും നറുക്കെടുക്കും. 14 പേരാണ് ശബരിമല മേൽശാന്തിയുടെ സാധ്യതാ പട്ടികയിൽ ഉള്ളത്. 13 പേരിൽ നിന്നാണ് മാളികപ്പുറം മേൽശാന്തിയെ തെരഞ്ഞെടുക്കുക. തുലാമാസ പൂജകൾക്കായി ഇന്നലെയാണ് ശബരിമല നട തുറന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികളും സ്ഥാപിച്ചു. 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്തെത്തും. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും രാഷ്ട്രപതിക്കൊപ്പം ശബരിമല സന്ദർശിക്കുന്നുണ്ട്. വി അരുൺ നമുക്കൊപ്പം ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. അരുൺ, 7:30 എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്ന സമയം. ഈ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അത് പൂർത്തിയായിട്ടുണ്ടോ? വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ ഇന്നലെയും ഇന്നും ഉള്ളത്. ഇന്ന് തിരക്ക് അല്പം കൂടി കൂടുതലാണ്. വലിയ രീതിയിൽ ആളുകൾ ഈ ശബരിമലയിലേക്ക് ഈ മാസപൂജയ്ക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ശബരിമല മാസപൂജയ്ക്ക് തുലാമാസ പൂജകൾക്കായി ഇന്നലെ തുറന്നത്. പക്ഷേ ആ വിവാദങ്ങളൊന്നും ഒരു തരത്തിലും ശബരിമലയിൽ അയ്യപ്പനിൽ ഭക്തർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തിരക്ക്. ആ രീതിയിലുള്ള വലിയ തിരക്ക് ഇന്നലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ വലിയ തിരക്ക് സന്നിധാനത്തടക്കം അനുഭവപ്പെടുന്നുണ്ട്. നടപ്പന്തലിന്റെ ഏതാണ്ട് അവസാനം വരെയും ഭക്തരുടെ നിര രൂപപ്പെട്ടിട്ടുമുണ്ട്. 7:30യോടുകൂടി ഈ നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെയും ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയും അതുപോലെ തന്നെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെയും ഒക്കെ സാന്നിധ്യത്തിലാകും ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. ആര്യ സൂചിപ്പിച്ച പോലെ 13 പേർ മാളികപ്പുറം മേൽശാന്തിയാകാനുള്ള നറുക്കെടുപ്പിലും 14 പേർ ശബരിമല മേൽശാന്തിയാകാൻ നറുക്കെടുപ്പിലും ഉണ്ട്. 3 പേർ 2 പട്ടികയിലും ഇടം പിടിച്ചിട്ടുമുണ്ട്. ഏതായാലും 7:30യോടുകൂടി നറുക്കെടുപ്പ് ആരംഭിക്കും. വലിയ തിരക്ക് ഇപ്പോഴും ഈ സന്നിധാനത്തും അതുപോലെ തന്നെ നടപ്പന്തലിന്റെ താഴെയുമൊക്കെ വലിയ തിരക്കുണ്ട്. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു ഭക്തർക്ക് ദർശനത്തിന്. ഒരു ഭാഗത്ത് നെയ്യഭിഷേകത്തിലൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരായിരുന്നു ഏറെ എത്തിയതെങ്കിൽ ഇന്ന് മലയാളികളെ കേരളത്തിലെ തീർത്ഥാടകരുടെ എണ്ണവും കുറവല്ല. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. ശക്തമായ മഴ ഇന്നലേക്ക് ഉണ്ടായിരിക്കുന്ന മഴ മാറി നിൽക്കുന്നു എന്നതൊരു തീർത്ഥാടകർക്ക് ഒരു സഹായമാണ്, അനുഗ്രഹമാണ്. ഏതായാലും വലിയ തിരക്കിലാണ് ശബരിമല. എല്ലാ വിവാദങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വിവാദങ്ങളും മറികടന്നുകൊണ്ട് ഭക്തർ അയ്യപ്പനെ കാണാൻ എത്തുകയാണ്. ശബരിമല മകരവിളക്ക് സീസണിന് തൊട്ട് മുമ്പുള്ള മാസപൂജയ്ക്കാണ് ഈ ഒരു തിരക്ക്. സ്വാഭാവികമായും സീസണാകുമ്പോൾ വലിയ തിരക്കിലേക്ക് ശബരിമല പോകും. എല്ലാ ഒരുക്കങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത്. ഇവിടെ നേരിട്ട് ക്യാമ്പ് ചെയ്താണ് ഈ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തും. നാളെ മുതൽ SPGയുടെ സുരക്ഷാ വലയത്തിലേക്ക് ശബരിമലയും പരിസരങ്ങളും മാറും. ഇവിടേക്കുള്ള വഴികൾ പോലും വലിയ ക്രമീകരണങ്ങൾ ഇതിനകം സർക്കാരും സുരക്ഷാ ഏജൻസികളും ഒക്കെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ 22-ാം തീയതി അവസാന ദിവസം, ഈ തീർത്ഥാടന കാലത്തിലെ അവസാന ദിവസം ദ്രൗപദി മുർമു രാഷ്ട്രപതി എത്തുന്നത് കൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ആളുകളെ ഇവിടെ കടത്തിവിടില്ല. കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇന്നും ഇന്നലെയും ഒക്കെ വലിയ രീതിയിലുള്ള മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ വലിയ രീതിയിലേക്ക് എത്തുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്. നാളെ ഇനി ഞായറാഴ്ച കൂടിയാണ്. തിരക്ക് കൂടാനുള്ള സാധ്യതയാണുള്ളത്. നാളെ കൂടിയും വലിയ തിരക്ക്. രാഷ്ട്രപതിയുടെ ശബരിമല പൂർണ്ണമായും കടക്കാനാണ് സാധ്യത. ശക്തമായ തിരക്ക് മാസപൂജ ദിവസങ്ങളിൽ സാധാരണ അധികം തിരക്കാണ് ഇവിടെയുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നറുക്കെടുപ്പിനുള്ള നടപടിക്രമങ്ങളും വൈകാതെ തുടങ്ങിയേക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സോപാനത്തിലാണ് നറുക്കെടുപ്പ്. കുട്ടികളെ നേരത്തെ തന്നെ ഇതിന് ചുമതലപ്പെടുത്തിയിരുന്നു. പന്തളം കൊട്ടാരവുമായി തായ്വഴി ബന്ധപ്പെട്ട ആളുകളെയാണ്, കുട്ടികളെയാണ് മേൽശാന്തി നറുക്കെടുപ്പിനെ ചുമതലപ്പെടുത്തുന്നത്. ഇതിലുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കുടങ്ങളിലാണ് വി അരുണാണ് സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തായാലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു തീർത്ഥാടന കാലമാണ്. ഈ തുലാമാസ പൂജകൾക്കായി ക്ഷേത്രനട തുറന്നപ്പോൾ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്. നാളെ ഇനി ഞായറാഴ്ച വരാൻ പോകുന്നു. അപ്പോൾ ഈ അവധി ദിവസം പ്രമാണിച്ചുകൂടി വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല മേൽശാന്തിയെയും മാളികപ്പുറം മേൽശാന്തിയെയും തെരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പ് അത് അല്പസമയത്തിനകം നടക്കും എന്നുള്ളതാണ്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു വരുന്നു എന്നതാണ് നേരത്തെ അരുൺ നമുക്ക് നൽകിയ വിവരം. എന്തായാലും മഴയൊക്കെ തൽക്കാലം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്.
അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നിലവിൽ നേരിടുന്നില്ല. വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് രാവിലെ ഉള്ളത്. അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, അല്പസമയത്തിനകം തന്നെ നറുക്കെടുപ്പ് ഉണ്ടാകുമല്ലേ? ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ യെല്ലോ അലേർട്ടാണ്, ശക്തമായ മഴയുണ്ട് ജില്ലയിലൊക്കെ. പക്ഷേ സന്നിധാനത്തെ ഒരു സാഹചര്യം കാലാവസ്ഥ അനുകൂലമാണല്ലേ? സന്നിധാനത്ത് കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. ഇന്നലെയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ ദ്വാരപാലക ങ്ങളിലെ സ്വർണം പതിപ്പ് ചടങ്ങ് നടക്കുമ്പോഴൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. രാത്രിയും അതിശക്തമായ മഴ സന്നിധാനത്തുണ്ട്. ഇന്ന് രാവിലെയും മഴയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. അതിന്റെ ഒരു ഗുണം, അതിന്റെ ഒരു അനുഗ്രഹം ഭക്തർക്കുണ്ട്. ആ രീതിയിൽ അവർക്ക് വലിയ തിരക്കുണ്ടെങ്കിൽ മഴ ദർശനത്തിലെത്താനുള്ള അവർക്ക് ഉള്ളത്. ഏതായാലും ഇപ്പോൾ പൂജ നടക്കുകയാണ്. ഈ പൂജയ്ക്ക് ശേഷം മേൽശാന്തി നറുക്കെടുപ്പിലേക്ക് കിടക്കും. 14 പേർ ഈ ശബരിമലയിലെ മേൽശാന്തിയുടെ പ്രത്യേകത പുറപ്പെടാ ശാന്തിമാരാണ്. ഒരു വർഷം അവർ ഇവിടെ തന്നെ ഒരു വർഷം പൂർണ്ണമായും അടുത്ത വർഷം പുതിയ മേൽശാന്തി എത്തുന്നത് വരെ പൂർണ്ണമായും അവർ ഇവിടെ തന്നെ താമസിച്ചാണ് ഈ പൂജാകർമ്മങ്ങൾക്കൊക്കെ നട അടച്ചിരിക്കുമ്പോഴും അവർ ഇവിടെ തന്നെ ഉണ്ടാകും. പുറപ്പെടാ ശാന്തിമാരാണ്. വലിയ ഭാഗ്യമായി ഈ പൂജ ചെയ്യുന്ന ആളുകൾ, പൂജാരിമാർ കാണുന്ന ഒരു കാര്യം കൂടിയാണ് ശബരിമലയിലെ മേൽശാന്തി ആകുക എന്നുള്ളത്. അതിനുള്ള ഭാഗ്യം ആർക്ക് എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും 14 പേരുകാർ ഈ അഭിമുഖത്തിന് ശേഷമുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശങ്കരനാരായണൻ പ്രമോദ്, അദ്ദേഹം പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്. പ്രശാന്ത് നമ്പൂതിരി മാവേലിക്കര സ്വദേശിയാണ്. മനു നമ്പൂതിരി കൊല്ലം സ്വദേശിയാണ്. കഴിഞ്ഞ കൊല്ലത്തു നിന്നുള്ള അരുൺകുമാർ നമ്പൂതിരിയാണ് മേൽശാന്തി ആയത്. അദ്ദേഹത്തിന്റെ പകരക്കാരായി ആര് വരുമെന്നാണ് ഇനി അറിയേണ്ടത്. ദാമോദരൻ നമ്പൂതിരി ചെങ്ങമനാട് എറണാകുളം സ്വദേശി. കൃഷ്ണപ്രസാദ് മാവേലിക്കര സ്വദേശി. മാവേലിക്കരയിൽ നിന്നാണ് പലപ്പോഴും അധികം ആളുകൾ മേൽശാന്തിമാരായിട്ടുള്ളത്. മാവേലിക്കര, ആലപ്പുഴ ജില്ലകളിൽ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ഈ ഭക്തരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് നിർത്തിവെക്കുകയാണ്. 1 മണിക്കൂർ ഇനി നെയ്യഭിഷേകവും അതുപോലെ തന്നെ ഈ ഭക്തരെ കടത്തിവിടുന്നതിനും നിയന്ത്രണം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇവിടെ ലഭിക്കുന്നത്. കാരണം മേൽശാന്തി നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്, നടപടികളിലേക്ക് കടക്കുകയാണ്. പട്ടാമ്പിയിൽ നിന്നുള്ള അനൂപ് നമ്പൂതിരിയുണ്ട്, ഹരികുമാർ നമ്പൂതിരി, മാവേലിക്കരയിൽ നിന്നുള്ള ഹരികുമാർ നമ്പൂതിരിയുണ്ട്, ചാലക്കുടിയിൽ നിന്ന് തൃശൂർ പ്രസാദ് ഉണ്ട്. അങ്ങനെ പല പേരുകൾ. മനോജ് കോഴിക്കോട് സ്വദേശിയാണ്. കൃഷ്ണൻ നമ്പൂതിരി ശക്തികുളങ്ങര വീണ്ടും ആലപ്പുഴയിൽ നിന്നുള്ളയാളാണ്. രാമൻ നമ്പൂതിരി വീണ്ടും ചാലക്കുടിയിൽ നിന്നുള്ളയാളാണ്. മനോജ് എസ് മുല്ലശ്ശേരി മഠം കുന്നത്തുകാൽ നെയ്യാറ്റിൻകര തിരുവനന്തപുരത്ത് നിന്നും ഒരാൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര സ്വദേശിയാണ്. കുന്നത്തുകാൽ നിന്നുള്ളയാളാണ് മനോജ് എസ്. പ്രമോദ് എം മുണ്ടനാട്ടുമന തൃശൂർ. ഈ 14 പേരാണ് ഇത്തവണത്തെ ഒരു വർഷത്തെ ശബരിമലയിലെ മേൽശാന്തിയാകാനുള്ള നറുക്കെടുപ്പിന്റെ പട്ടികയിലുള്ളത്. ആരെയാണ് ഭാഗ്യം തുണയ്ക്കുന്നതെന്ന് കണ്ടറിയണം. ഈ 14 പേരുടെ പേരിടുന്ന പത്രത്തിലും അതുപോലെ പാത്രത്തിൽ നിന്ന് പേരെടുക്കുമ്പോൾ മേൽശാന്തി എന്ന് എഴുതിയ നറുക്ക് കൂടി വീഴണം. അങ്ങനെ രണ്ടും ഒത്തുവന്നാൽ മാത്രമേ 2 കുടങ്ങളിൽ നിന്നാണ് ഈ നറുക്കുകൾ എടുക്കുക. ഒന്നിൽ 14 പേരുടെ പേര്, മറ്റൊരു മേൽശാന്തി എന്ന് എഴുതിയ ഒരു പേര്. ഈ രണ്ടും ചേർന്ന് വരുന്നവരെ മാത്രമേ മേൽശാന്തിയായി എടുക്കുകയുള്ളൂ. അവർക്ക് മാത്രമാണ് മേൽശാന്തിയാകാനുള്ള ഭാഗ്യം ഉണ്ടാവുക. ചില തവണയൊക്കെ ആദ്യ തവണ തന്നെ രണ്ടും ഒരുമിച്ച് വരും. 2 പേരും മേൽശാന്തി എന്ന് എഴുതിയ നറുക്കും ഒരുമിച്ച് വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും 7-8 തവണ കഴിഞ്ഞ ശേഷമാണ് മേൽശാന്തിയിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ തീർത്തും ഭാഗ്യം കൂടി വേണ്ട ഒരു നടപടിക്രമമാണ്, ചടങ്ങാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അല്ലെങ്കിൽ അത്രയധികം വിലമതിക്കുന്ന പൂജാരിമാർ, ഈ പൂജാരംഗത്തുള്ളവർ ഏറ്റവും അധികം വിലമതിക്കുന്ന ഒരു മേൽശാന്തി. തീർച്ചയായും. ഇപ്പോൾ ഈ പട്ടികയിലുള്ളവരെല്ലാം ഇപ്പോൾ പ്രാർത്ഥനയോടെ ഈ നറുക്കെടുപ്പിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന്റെ നടപടിക്രമം അത് ആരംഭിച്ചോ അരുൺ? നടപടിക്രമങ്ങൾ അല്പസമയത്തിന് തുടങ്ങുമെന്ന് മനസ്സിലാകുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ വിളക്കൊക്കെ ഇവിടെ ജീവനക്കാർ എത്തിയിട്ടുണ്ട്. കൂടുതൽ നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിക്കും. ഏതായാലും ഈ ഭൂരിഭാഗത്തെ ആളുകളെ തടയാനുള്ള, അതായത് ഈ സോപാനത്തിന്റെ അടുത്തേക്ക് ആളുകളെ കടത്തിവിടുവാനുള്ള ശ്രമങ്ങൾ ദേവസ്വം ഗാർഡുമാരും പോലീസ് ഉദ്യോഗസ്ഥരും തുടങ്ങിയിട്ടുണ്ട്. ഈ നെയ്യഭിഷേകത്തിനുള്ള തിരക്കം ഒരു ഭാഗത്തുണ്ട്. അവിടെയും ആളുകൾ നിയന്ത്രിക്കുകയാണ്. ഈ നറുക്കെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ഒരുപക്ഷെ ആളുകളെ കടത്തിവിടുകയുള്ളൂ. ഇപ്പോൾ വീണ്ടും ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ അത് അധിക സമയം ഈ ആളുകൾ ഇതുവഴി കടത്തിവിടാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇനി നെയ്യഭിഷേകത്തിലേക്ക് കടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മേൽശാന്തി നറുക്കെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ്. ശബരിമല തിരുനടയ്ക്ക് മുന്നിൽ സോപാനത്തിന് സമീപമാണ് മേൽശാന്തി
നറുക്കെടുപ്പ് നടക്കുക. മാളികപ്പുറത്തെയും അതുപോലെ ശബരിമലയിലെയും മേൽശാന്തിമാരുടെ നറുക്കെടുപ്പാണ് നടക്കേണ്ടത്. കൃത്യമായി അരുളിലേക്ക് മടങ്ങിയെത്താം. ആ നറുക്കെടുപ്പ് നടക്കുന്ന മുഹൂർത്തത്തിൽ അവിടേക്ക് മടങ്ങിയെത്താം. എന്തായാലും പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുക. മൈഥിലി കെ വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുക. എന്തായാലും ആ നറുക്കെടുപ്പിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉഷപൂജ പൂർത്തിയായി അതിനുശേഷമാണ് നറുക്കെടുപ്പിലേക്ക് കടക്കുന്നത്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് സന്നിധാനത്തേക്ക് തന്നെ നറുക്കെടുപ്പ് നടക്കുന്ന വേളയിൽ മടങ്ങി എത്തേണ്ടതുണ്ട്.